ഭൂനികുതി വർധനവിൽ സംസ്ഥാന സർക്കാരിനെതിരെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്നു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധം. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്കൊന്നുമില്ലെന്നും തലശ്ശേരി ബിഷപ്പ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നമുക്കറിയാം സംസ്ഥാന ബജറ്റിൽ കെട്ടിട നികുതി, ഭൂനികുതി ഇവയൊക്കെയാണ് സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ കൂട്ടിയത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളവും കർഷകരെ സംബന്ധിച്ചിടത്തോളവും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. ഇതിനെതിരെയാണ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, മലയോര കർഷകർക്കായി ബജറ്റിൽ ഒന്നും തന്നെ നീക്കിയിരിപ്പില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നു. മറ്റ് നിലപാടുകൾ എപ്രകാരമായിരുന്നു? രോഹിണി, കത്തോലിക്ക കോൺഗ്രസിന്റെ അതിരൂപത നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനി ഉന്നയിച്ചത്. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് സംസ്ഥാന ബജറ്റ് എന്നാണ് അദ്ദേഹം രൂക്ഷ വിമർശനം ഉയർത്തിയത്. ഭൂനികുതി വർധനയ്ക്ക് ശക്തമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാർ കർഷക വിരുദ്ധമാണ്. സംസ്ഥാന ബജറ്റിൽ മലയോര കർഷകർക്ക് ഒന്നുമില്ലെന്നും ആർച്ച് ബിഷപ്പ് രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. നമുക്കറിയാം, ഈ ഭൂനികുതി ഏതാണ്ട് 50% സംസ്ഥാന സർക്കാർ ഈ ഒരു ബജറ്റിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ നികുതികൾ ഈ തോതിൽ വർദ്ധിപ്പിക്കുന്നത് അത് ജനങ്ങളുടെ കഴുത്തിന് പിടിക്കുന്നതിന് തുല്യമാണ് എന്ന വിമർശനം തന്നെയാണ് മാർ ജോസഫ് പാംപ്ലാനി ഉന്നയിച്ചിരിക്കുന്നത്. ഈ നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല. എന്ത് പ്രശ്നം വന്നാലും സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നതെന്നൊരു സൂചന തന്നെയാണ് അതിന്റെ പ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഭൂനികുതി വർധനയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർന്ന പശ്ചാത്തലത്തിൽ ആ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തുനിന്നുള്ള ആളുകൾ ഏത് രീതിയിലായിരിക്കും ഈ ഒരു വിമർശനത്തെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ് എനിക്ക് കണ്ടറിയേണ്ടത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.